ചെങ്കടലായി കണ്ണൂർ. രക്തസാക്ഷി ഗ്രാമങ്ങളെ ഉന്നപ്രവയലാർ ഗ്രാമങ്ങളെ റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട്. സീതാറാം യെച്ചൂരി CPIM ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ A. വിജയരാഘവനും അശോക് ദാവ്ലെയും ഡോക്ടർ രാമചന്ദ്ര ഡോമുമാണ് പുതുമുഖങ്ങൾ. CPIM PBയിലെത്തിയ ആദ്യ ദളിത് നേതാവാണ് രാമചന്ദ്ര ഡോം. 85-അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് 4 പുതുമുഖങ്ങൾ ഇടം നേടി. VSനെയും പാലോളി മുഹമ്മദ് കുട്ടിയെയും പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സീതാറാം യെച്ചൂരിക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല. തുടർച്ചയായ 3-ാം തവണയും യെച്ചൂരി പാർട്ടിയുടെ അമരത്ത് തുടരും. വെല്ലുവിളികളുടെ കാലത്തെ പുതിയ ഉത്തരവാദിത്തമെന്ന് യെച്ചൂരി. We have the entire team of the party membership, and we have the entire team of our links to the people of India, which is the largest army that can ever be built, and we should build that army in order to achieve our objective. It is invincible. So, Inqilab Zindabad! Inqilab Zindabad! Inqilab Zindabad! എന്തിന് ദളിത് നേതാക്കളെ അവഗണിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി രാമചന്ദ്ര ഡോമിന്റെ PB പ്രവേശനം. is for the emancipation of working class and the socially marginalized sections of the society in our country. So it is nothing new, but it's a move further for that direction. General Secretary has called that is a historic decision. A. വിജയരാഘവൻ SRPക്ക് പകരക്കാരനായി PBയിലെത്തി. ഇനി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ പ്രവർത്തിക്കും. PBയിൽ നിന്നൊഴിഞ്ഞ SRP കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി. VS അച്യുതാനന്ദനെയും പാലോളി മുഹമ്മദ് കുട്ടിയെയും കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കി. VS ഇല്ലാത്ത ആദ്യ കേന്ദ്ര കമ്മിറ്റിയായി ഇത് മാറുകയും ചെയ്തു. KN ബാലഗോപാലും P രാജീവും CPIM നേതൃത്വത്തിന്റെ 2ാം നിരയിൽ നിന്ന് മുന്നിലേക്ക് ഉയർത്തപ്പെട്ടു. CS സുജാത, P സതീദേവി എന്നിവരും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 17 പുതുമുഖങ്ങളും 15 വനിതകളും അടങ്ങുന്നതാണ് പുതിയ കേന്ദ്ര കമ്മിറ്റി. കേന്ദ്ര സെക്രട്ടേറിയറ്റ് പിന്നീട് രൂപീകരിക്കും. AK പത്മനാഭൻ കൺട്രോൾ കമ്മീഷൻ ചെയർമാനും M വിജയകുമാർ കൺട്രോൾ കമ്മീഷൻ അംഗവുമായി. ന്യൂസ് 18 കണ്ണൂർ. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് സീതാറാം യെച്ചൂരിക്ക് ഇത് 3-ാം ഊഴം. ബംഗാളിലും ത്രിപുരയിലും അടക്കം ശാക്തികമായി ക്ഷയിച്ച പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് യെച്ചൂരിയുടെ മുന്നിലെ പ്രധാന വെല്ലുവിളി. ഭാവിയിലേക്കുള്ള പാർട്ടി കോൺഗ്രസ് 2015 ഏപ്രിലിൽ വിശാഖപട്ടണത്ത് വെച്ച പാർട്ടി ജനറൽ സെക്രട്ടറിയായി ചുമതലയേൽക്കുമ്പോൾ യെച്ചൂരി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മറനീക്കിയ ഉൾപാർട്ടി പോരിനിടയിലാണ് അന്ന് യെച്ചൂരി പാർട്ടിയുടെ അമരത്തെത്തിയത്. 2018 ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരിക്ക് 2-ാം ഊഴം. കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് കൊടിയിറങ്ങുമ്പോൾ വീണ്ടും അമരത്ത് 69-കാരനായ യെച്ചൂരി. കാരാട്ടിന്റെ കാലത്ത് കൈവിട്ട ബംഗാളും യെച്ചൂരിയുടെ കാലത്ത് തകർന്നടിഞ്ഞ ത്രിപുരയും രാഷ്ട്രീയമായി കെട്ടിപ്പടുക്കണം. തുടർഭരണം കിട്ടിയ കേരളത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ദുരന്തം ആവർത്തിക്കാതെ നോക്കണം. തമിഴ്നാട് മോഡൽ സഖ്യം ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. ലോക്സഭയിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം. സംഘടനാ റിപ്പോർട്ടിൽ പ്രകാശ് കാരാട്ട് എടുത്തു പറഞ്ഞ അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് ഇല്ലാതാക്കണം. സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസത്തിന്റെ സൗമ്യമുഖത്തിന് നേരിടേണ്ടത് ചെറുതല്ലാത്ത വെല്ലുവിളിയാണ്. 1974 SFIയിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക്. ആന്ധ്രയിലെ സ്കൂൾ പഠനത്തിന് ശേഷം ഡൽഹി JNUവിൽ എത്തിയതോടെ തീപിടിച്ച വിപ്ലവകാലം. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലും ഒളിവിലും കഴിഞ്ഞു. ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കാലത്ത് പൊതു മിനിമം പരിപാടിയുമായി UPA സഖ്യം ഉണ്ടാക്കുന്നതിൽ യെച്ചൂരി നിർണായക പങ്ക് വഹിച്ചു. 2005 ആദ്യമായി രാജ്യസഭയിലെത്തിയ യെച്ചൂരി 2017 വരെ സഭയിലെ നിറസാന്നിധ്യമായിരുന്നു. മാധ്യമപ്രവർത്തകയായ സീമ ചിസ്തിയാണ് ഭാര്യ.
മകൻ ആശിഷ് യെച്ചൂരി കഴിഞ്ഞ വർഷം കോവിഡിന് കീഴടങ്ങി. മകൾ അഖില യെച്ചൂരി എഡിൻബർഗ് സർവകലാശാലയിലെ ചരിത്രാധ്യാപികയാണ്. ന്യൂസ് 18 കണ്ണൂർ. ഡൽഹി കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായാണ് എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അടങ്ങിയ സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ കൂടിയാണ് വിജയരാഘവൻ. വിജയരാഘവന് പകരം പുതിയ ഇടതുമുന്നണി കൺവീനറെ നിയോഗിക്കും. 1956 മാർച്ച് 23 മലപ്പുറത്ത് ജനനം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തി. 1986 SFIയുടെ ദേശീയ അധ്യക്ഷൻ. 1989 പാലക്കാട് നിന്നും ലോക്സഭയിലെത്തി. 98 2004 രാജ്യസഭയിൽ. പ്രവർത്തന കേന്ദ്രം കേരളത്തിലേക്ക് മാറിയതോടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും വിശ്വസ്തനായി എ വിജയരാഘവൻ വളർന്നു. 2018 ജൂണിലാണ് LDF കൺവീനറായത്. 2020 കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയപ്പോൾ ഒരേ സമയം CPM സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുമായി. CPMന്റെ സമുന്നതരായ നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ഇരട്ട പദവിയാണ് എ വിജയരാഘവൻ ലഭിച്ചത്. ഏറ്റവും സീനിയറായ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നതു മാത്രമല്ല, നേതൃത്വവുമായുള്ള അടുപ്പവുമാണ് വിജയരാഘവന് പോളിറ്റ് ബ്യൂറോയിലേക്ക് വഴി തുറന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ BA 1ാം റാങ്കുകാരൻ കൂടിയായ വിജയരാഘവൻ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവാണ് ഭാര്യ. മകൻ അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നതോടെ ഇടതുമുന്നണി കൺവീനറായി പുതിയ ആളെ കണ്ടെത്തേണ്ടി വരും. അടുത്തു തന്നെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ന്യൂസ് 18 കണ്ണൂർ. ചെങ്കടലായി കണ്ണൂർ. CPM പാർട്ടി കോൺഗ്രസിന് സമാപനം കുറിച്ചുള്ള പൊതുസമ്മേളനം തുടരുകയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക്. CPM ഒറ്റക്കെട്ടായി എല്ലാ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് എന്ന് ഈ സമ്മേളനം തെളിയിച്ചില്ലേ? പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം സമ്മേളനം പാസാക്കി. ഒരു തർക്കവും ഉണ്ടായില്ലല്ലോ. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനം പാസാക്കി. വിവിധ ചർച്ചകൾ നടന്നു. സമ്മേളനം അത് പാസാക്കിയില്ലേ? ചർച്ചകൾ നടത്താനാണ് സമ്മേളനം ചേരുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ഐക്യേണ്ടതിന് തീരുമാനമെടുത്ത് അത്തരം കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കാൻ ഈ സമ്മേളനത്തിൽ സാധിച്ചു എന്നത് 23ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രത്യേകതയാണ്. മാധ്യമങ്ങൾ വിചാരിച്ച ഒരു കാര്യവും അവരുദ്ദേശിച്ചതുപോലെ ഇവിടെ നടന്നിട്ടില്ല എന്നവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ചില മലയാള മാധ്യമങ്ങൾക്ക് ചില സൂക്കുകളുണ്ട്. ആ സൂക്കേട് അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല. അവരുള്ളിടത്തോളം കാലം അത് തുടരുകയും ചെയ്യും. പക്ഷേ അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഞങ്ങൾക്കെതിരായി എഴുതുന്നതിനനുസരിച്ച് എതിരായിട്ട് എഴുതുമ്പോൾ ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ കേരളത്തിൽ കാണുന്ന അനുഭവം. നിങ്ങളുടെ പ്രചാരവേലയല്ല കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 40 സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? UDFന് 100 സീറ്റ് പ്രവചിച്ചില്ലേ? കിട്ടിയോ? BJPക്ക് 35 എന്ന് പറഞ്ഞവരില്ലേ? കിട്ടിയോ? അതുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ എഴുത്തിന്റെ പിന്നിലല്ല ഈ കേരളത്തിലെ ജനങ്ങൾ പോകുന്നത് എന്നത് ഇപ്പൊ വ്യക്തമായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇനിയും എഴുതണം. നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് ഞങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാധ്യമ പ്രചാരവേലയ്ക്ക് വിധേയമാകാൻ അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ജനങ്ങളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരാണ് ഈ സമ്മേളനത്തിന്റെ വിജയം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരെയും, പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെയും, നമ്മുടെ ബഹുമാന്യായ മറ്റ് നേതാക്കന്മാർ, സഖാവ് SRP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ സ്റ്റേജിലുണ്ട്. സഖാവ് ഭീമൻ ബാസു ഉണ്ട്. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയെല്ലാം കാണാനും കൂടെ ഒരു അവസരം കൂടിയായി ഇത് നമുക്ക് മാറ്റാൻ സാധിച്ചു. സഖാക്കളെ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റുള്ളവരെല്ലാം ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി സ്റ്റേജിലിരിക്കുകയാണ്. ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും ഈ സമ്മേളനത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ സഖാവ് പിണറായി വിജയനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.
സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, അധ്യക്ഷ പ്രസംഗം പിന്നീടാകാം എന്നാണ് കരുതുന്നത്. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, எனக்கு மலையாளம் அறியல, என் மாதൃഭാഷ தெலுங்கானா, அதுக்கு தான் நான் இங்கிலீஷில் சம்சாரிக்கிறேன். காம்ரேட் ராஜீவ், you will translate. Thank you, Comrade Pinarayi Vijayan, the president of today's this huge public rally, which is indeed a very, very inspiring culmination to a very, very important and historic milestone in our party's history, the 23rd Party Congress. And I would, on behalf of the entire party, our newly elected leadership, the Central Committee and the Politburo, congratulate the people of Kannur for so enthusiastically responding to the CPIM Party Congress and so readily coming forward to respond, help us, and actually make this Congress a big success that will be a memorable memory in all the delegates who attended this 23rd Congress. So thank you very much, people of Kannur, and my salutes to all of you. ബഹുമാനായ അധ്യക്ഷൻ പിണറായി വിജയൻ, മറ്റു നേതാക്കന്മാരെ, സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു സന്ദർഭമാണിത്. ഈ ചരിത്രഘട്ടത്തിൽ കണ്ണൂരിലെ ജനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസ് മഹാവിജയമാക്കി മാറ്റിയതിന് ഞാൻ അവരെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട PBക്ക് വേണ്ടിയും നേതൃത്വത്തിന് വേണ്ടിയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചരിത്ര ദൗത്യങ്ങളാകെ ഏറ്റെടുക്കാൻ കഴിയുന്ന അതിരുകളില്ലാത്ത ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഈ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഓരോ പ്രതിനിധിക്കും മറക്കാൻ കഴിയാത്ത അനുഭവമായി, ആത്മവിശ്വാസമായി ഈ കോൺഗ്രസ് മാറി. അതിന് നേതൃത്വം നൽകിയ കണ്ണൂരിലെ പാർട്ടിയെയും കണ്ണൂരിലെ ജനങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. As all of you know, the party congress has concluded, new leadership has been elected. The party congress elected the central committee, an 85-member central committee, which in turn elected a 17-member Politburo, including the general secretary. So it is customary here to introduce the new leaders of the CPIM. Before I introduce the other 16 members of the Politburo, I must mention that 3 veterans have been relieved from the Politburo. As long as they live, as all of us, as communists, as long as we live, we remain communists, we will continue to discharge our revolutionary responsibilities and duties. But from the positions that they were holding in the Politburo, 3 comrades have been relieved. First of all, I would like to introduce them, expressing our revolutionary gratitude for the work they have done in shaping the party so far, and to continue to be a source of inspiration to all of us. The first of the 3 is Comrade S. Ramchandra Pillai, our senior most member of the Politburo, who has been relieved, this time from his responsibility. Then our veteran Comrade Viman Basu. സഖാക്കളെ, ഈ പാർട്ടി കോൺഗ്രസ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെയും 85-അംഗ കേന്ദ്ര കമ്മിറ്റിയെയും 17-അംഗ പൊളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 17-അംഗ പൊളിറ്റ് ബ്യൂറോയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാൻ സഖാക്കളുടെ മുൻപേ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് മുൻപായി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാർട്ടി കോൺഗ്രസിൽ 3 പ്രധാനപ്പെട്ട സഖാക്കൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ
അവരാകെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിസ്തുലമായ സംഭാവന നൽകിയവരാണ്. അവർ ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. പാർട്ടി പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും വിരമിച്ച ആ സഖാക്കളുടെ ഇമ്മരകളുടെ സേവനങ്ങളെ പ്രത്യേകം സ്മരിക്കുന്നു. അവർക്കെല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ആദ്യമായി സഖാവ് SRPയെ പരിചയപ്പെടുത്തുന്നു. Then Comrade Biman Basu, a veteran of our communist movement. He was the leader of the students' movement when I joined the SFI some nearly 50 years ago. So he served the party all through this talk, and now he is being relieved. So our salutes to him and recognition place on record his contribution that he has made, which he'll continue to make, but as a member of the Politburo. അടുത്തതായി സഖാവ് ബിമൻ ബസുവാണ്. സഖാവ് ബിമൻ ബസു ഞാൻ SFIയിൽ ചേരുമ്പോൾ, സഖാവ് സീതാറാം SFIയിൽ ചേരുമ്പോൾ എൻ്റെ മേധാവായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ മേധാവായി, പൊളിറ്റ് ബ്യൂറോ അംഗമായി, ഇപ്പോൾ സഖാവ് PBയിൽ നിന്ന് വിരമിക്കുകയാണ്. സഖാവിന്റെ സേവനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. Then Comrade Hanan Mullah, who was a Kisan leader, one of the main architects of the historic Kisan struggle that has recently taken place. He is being relieved from the Politburo. Comrade Hanan Mullah. ഹനൻ മുള്ള കർഷക പ്രസ്ഥാനത്തിന്റെ മേധാവ്, ചരിത്ര പ്രാധാന്യമേറിയ കർഷക പോരാട്ടത്തിന് സവിശേഷമായ നേതൃത്വം നൽകിയ സഖാവും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിരമിക്കുകയാണ്. സഖാവിനും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. Now I'll introduce the newly elected members of the Politburo. Comrade Pinarayi Vijayan, Comrade Prakash Karat, Comrade Kodiyeri Balakrishnan, Comrade M.A. Baby, Comrade Brinda Karat, Comrade Subhashni Ali, Comrade Muhammad Salim, Comrade Manik Sarkar, Comrade Suryakant Mishra, Comrade Tapan Sen, Comrade Nilotpal Basu, Comrade G. Ramakrishnan, is left. And we have elected, there are 3 new members of the Politburo who have been elected this time. Oh, Comrade, where is he? His chair is there. Comrade B.B. Raghavlu. Three members of the new members of the Politburo who have been elected. That is Comrade A. Vijayaraghavan, Comrade Ashok Dhavle, and Comrade Ramchandra Dome. This is the new set of the 17 members, including myself, which is the new Politburo of the CPIM after this 23rd Party Congress. നേരത്തെ പരിചയപ്പെടുത്തിയ സഖാക്കൾ ഉൾക്കൊള്ളുന്നതാണ് പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത 17-അംഗ പൊളിറ്റ് ബ്യൂറോ. Yes, comrades, this Congress of ours, the 23rd Congress of the Communist Party of India Marxist, has been a Congress of determination, a Congress of resolve. The determination that today we will save our country from being destroyed by the communal forces, by this BJP government at the center, which is implementing the Hindutva communal agenda, aggressively implementing the Hindutva communal agenda
of the fascistic RSS. And this is the major challenge that we all have to face, because along with this government at the center is pursuing unbridled neoliberal economic policies, looting the country's national assets, indiscriminately privatizing all public sector and all national assets, establishing a nexus between corporate and the communal forces, promoting crony capitalism of the worst order, legalizing political corruption, and establishing an increasingly growing authoritarian order in the state, with attacks on the democratic rights and civil liberties of all people guaranteed by the Indian Constitution. This is an all-round attack. This 23rd Party Congress, through this resolution, has said very clearly that we are determined, this red flag and the Communist Party of India Marxist is determined to meet this challenge and to defeat this challenge in the days to come, and that is the determination and resolve with which this Congress has concluded. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസുകളെല്ലാം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഈ കോൺഗ്രസ് കൃത്യമായ പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ്സാണ്. രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെയുള്ള ശക്തവും സുവ്യക്തവുമായ പ്രഖ്യാപനമാണ് പാർട്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. രാജ്യത്ത് ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കുന്നു. ഹിന്ദുത്വ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഫാസിസ്റ്റ് സ്വഭാവങ്ങളുള്ള RSS ആൽ നിയന്ത്രിക്കപ്പെടുന്ന BJP അധികാരത്തിലിരുന്നു കൊണ്ട് ഈ അജണ്ടയാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ മറുവശത്ത് നവ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗത്തിൽ നടപ്പിലാക്കാനും ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സമ്പത്ത് ആസ്തികൾ കൊള്ളയടിക്കുന്നു, പൊതുമേഖലയെ നിർവീര്യമാക്കുന്നു, അത് സ്വകാര്യവൽക്കരണത്തിന് പാകമാകുന്ന രൂപത്തിൽ മാറ്റി തീർത്തു കൊടുക്കുന്നു. കോർപ്പറേറ്റ് ശക്തികളും വർഗീയ ശക്തികളും തമ്മിലുള്ള അവിശുദ്ധമായ സഖ്യം രാജ്യത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്നു. ചിങ്കിടി മുതലാളിത്തം ശക്തിപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയമായ അഴിമതി വ്യാപകമാകുന്നു. ഭരണകൂടം ഏകാധിപത്യ പ്രവണതകളുടെ പ്രതിഫലനമായി മാറുന്നു. ഈ ഏകാധിപത്യ പ്രവണതകൾ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു. അത് പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നു. ഇതാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥയുമുള്ളത്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥയെ 23ാം പാർട്ടി കോൺഗ്രസ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഈ ചെങ്കൊടിയുടെ ബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഈ വെല്ലുവിളികളെ നേരിടുക തന്നെ ചെയ്യും. ചെങ്കൊടി ഈ ഫാസിസത്തിന്റെ പ്രവണതകളുള്ള വർഗീയ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. If this is the determination, but the resolve comes from the fact that this 23rd Congress was held in this land of revolutionary martyrs of Kannur. The Kannur martyrs, the glorious history of the growth of the communist movement from this part of Kerala, the seeds of a future communist party that were laid in Kannur with a small band of communists. How communism as an ideology, how communist party as a political influence spread to become the most dominant political force in Kerala. That is the inspiration of countless martyrs, of indomitable courage, of the sacrifices they have done. This is the land on which this all happened, where the communist movement, not only in Kerala, but Kannur became an outpost for the communist movement in the country as a whole. So from this land, drawing inspiration from its revolutionary traditions, the resolve in this Congress is that yes, these are very formidable challenges that are there before us, formidable not only for the country, not only for our secular democratic constitutional order, but formidable for the advance of the struggles of the working people, of the people in our country generally, for a better livelihood against this exploitative
order that is there in our country for a revolutionary change moving forward towards achieving our objective. That is a formidable challenge that we have, a multi-pronged challenge. The resolve to meet that challenge arises by the fact that this Congress was held here and all decisions were taken with unanimity or near unanimity, and that speaks of the degree of cohesion and unity in the party, its determination and its resolve in meeting the challenges of today. Red salute, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. മുതിർന്ന CPIM നേതാവും വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ MC ജോസഫൈൻ അന്തരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. ഇന്നലെ CPIM പാർട്ടി കോൺഗ്രസ് സമ്മേളന വേദിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് AKG ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 23-ാം പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിലെത്തിയ ജോസഫൈനെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ, വിശാല കൊച്ചി വികസന അതോറിറ്റി ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. 1987-ൽ അങ്കമാലിയിലും 2011-ൽ മട്ടാഞ്ചേരിയിലും നിയമസഭയിലേക്ക് മത്സരിച്ചു. 1989-ൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ചു. വൈപ്പിൻകര മുരിക്കിൻപാടത്ത് ജനിച്ച ജോസഫൈൻ പഠനകാലത്തൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നില്ല. 76-ൽ വിവാഹിതയായി. അങ്കമാലിയെത്തിയ ശേഷം KSYFന്റെ ബ്ലോക്ക് തല പ്രവർത്തകയായി. യുവജന മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു. KSYFന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതകളെന്ന നിലയിൽ ജോസഫൈനും PK ശ്രീമതിയും ശ്രദ്ധേയരായി. 1978 മുതൽ മഹിളാ സംഘടനയുടെ ഭാഗമായി. 1987-ൽ CPIM സംസ്ഥാന കമ്മിറ്റിയിലേക്കും 2003-ൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും എത്തി. 2017-ൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായി. പരാതിക്കാരിയോട് മോശമായി സംസാരിച്ചു എന്ന വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം രാജിവെച്ചു. 4 പതിറ്റാണ്ടിലേറെക്കാലം സംഘടനാ പ്രവർത്തനത്തിലൂടെ ജനസേവന രംഗത്ത് തിളങ്ങിയ നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുതിർന്ന CPIM നേതാവും വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷയുമായ MC ജോസഫൈന്റെ മൃതദേഹം രാത്രി 12 മണിയോടെ അങ്കമാലിയിലെ വീട്ടിലെത്തിക്കും. രാവിലെ 7 മണിവരെ വീട്ടിലും തുടർന്ന് പാർട്ടി ഓഫീസ്, അങ്കമാലി PAS ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും പൊതുദർശനത്തിന് വയ്ക്കും. മൃതദേഹം നാളെ ഉച്ചയ്ക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. അങ്കമാലിയിൽ നിന്ന് സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. രാത്രി 11 മണിക്ക് ശേഷം MC ജോസഫിന്റെ മൃതദേഹം അങ്കമാലിയിലെ വസതിയിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വസതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം എത്തിയാൽ ഉടൻ തന്നെ ഇവിടെ തന്നെ പൊതുദർശനം ഉണ്ടാവും. രാവിലെ 7 മണിവരെ അങ്കമാലിയിലെ ഈ വസതിയിലാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക. പിന്നീട് 7 മണി മുതൽ 8 മണി വരെ അങ്കമാലിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാവും. പിന്നീട് 9 മണി മുതൽ CSI ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക. 1 മണിയോടുകൂടി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. അതിനുവേണ്ടി 1 മണിയോടുകൂടി ആശുപത്രി സൂപ്രണ്ട് CSI ഓഡിറ്റോറിയത്തിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ MC ജോസഫിൻ്റെ ഭർത്താവ് മരണമടഞ്ഞപ്പോഴും സമാനമായ രീതിയിൽ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ മരണവാർത്ത അറിഞ്ഞ നിരവധി പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം എത്തിയാൽ ഉടൻ തന്നെ ഏർപ്പെടുത്തേണ്ട ക്രമീകരണത്തെ സംബന്ധിച്ച് ഇവിടെ കൂടിയാലോചനകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരും പാർട്ടി നേതാക്കളുമൊക്കെ തന്നെ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലാണുള്ളത്. അവർ മൃതദേഹത്തിനൊപ്പം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും MC ജോസഫിൻ്റെ വേർപാട് തൊഴിലാളി പ്രസ്ഥാനത്തിനും ഒപ്പം തന്നെ വനിതാ മുന്നേറ്റത്തിനുമൊക്കെ ഒരു തീരാ നഷ്ടമാണ് എന്നുള്ളതാണ് ഇവിടെ എത്തിയ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ MC ജോസഫിൻ്റെ അയൽവാസിയും MLAയുമായിട്ടുള്ള റോജി M ജോൺ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ചത്. KV തോമസിനെതിരായ കോൺഗ്രസ് നടപടി നാളെ ഉണ്ടായേക്കും. നടപടി ചർച്ച ചെയ്യാൻ ACC അച്ചടക്ക സമിതി യോഗം നാളെ ചേരും. പാർട്ടി നിർദ്ദേശം ലംഘിച്ചതിലൂടെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് KV തോമസ് നടത്തിയതെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. എന്നാൽ താൻ കോൺഗ്രസുകാരനായി തുടരുമെന്നാണ് KV തോമസിന്റെ പ്രഖ്യാപനം. KV തോമസിനെതിരായ നടപടി അച്ചടക്ക സമിതിയുടെ പരിഗണനയിലാണ്. AK ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതി നാളെ യോഗം ചേരും. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി നാളെ തന്നെ പാർട്ടി നടപടി പ്രഖ്യാപിക്കും. പാർട്ടിയുടെ നിലപാട് ലംഘിച്ചതിലൂടെ KV തോമസ് ഗുരുതര അച്ചടക്ക ലംഘനം നടത്തിയെന്നു തന്നെയാണ് ഹൈക്കമാൻഡ് നിലപാട്. വാർത്താ സമ്മേളനം നടത്തി ദേശീയ നേതൃത്വത്തിനെതിരെയും രംഗത്ത് വന്നതിനാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള നടപടി ഉറപ്പ്. KPCC പ്രസിഡന്റ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു ശുപാർശ കത്ത് നൽകിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം
പ്രൊഫസർ തോമസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി തീരുമാനമനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് അച്ചടക്ക സമിതിക്ക് മുമ്പാകെ വിട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് ഭേദമില്ലാതെ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം KV തോമസിന്റെ നീക്കം തള്ളി. പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവന മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് നേതാക്കളുടെ നിലപാട്. പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഒരു ദുർബലനായ മുഖ്യമന്ത്രിയെ ഏറ്റവും വലിയവനായി അദ്ദേഹം പ്രതിപാദിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇത്തരം കാലുമാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി. പാർട്ടി CPM പാർട്ടി കോൺഗ്രസിൽ എന്തുകൊണ്ട് പോകണ്ട എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തത് തെറ്റാണ്. അതേസമയം താൻ കോൺഗ്രസുകാരനായി തുടരുമെന്നാണ് KV തോമസിന്റെ പ്രഖ്യാപനം. മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു അച്ചടക്ക നടപടി നേരിടാൻ. നിങ്ങളെ തയ്യാറായിട്ടുണ്ട്, ഞാൻ തയ്യാറായിട്ടില്ല. ഇടതുപാളയത്തിലേക്ക് KV തോമസ് തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി KV തോമസ് ആശയവിനിമയം ആരംഭിച്ചു. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് മുമ്പ് ഇടവേള. നടിയെ ആക്രമിച്ച കേസിൽ കാവ്യ മാധവൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. അസൌകര്യം അറിയിച്ച് കാവ്യ ക്രൈംബ്രാഞ്ചിന് കത്ത് നൽകി. ബുധനാഴ്ച ആലുവയിലെ വീട്ടിൽ കാണാമെന്നും കാവ്യ അറിയിച്ചു. അതേസമയം ദിലീപ് അടക്കമുള്ളവരുടെ ശബ്ദ സാമ്പിളുകൾ തിരിച്ചറിയാൻ പ്രത്യേക അന്വേഷണ സംഘം മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തു. പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച ഓഡിയോ സന്ദേശങ്ങളിലെ ശബ്ദങ്ങൾ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നിർണായക നീക്കവുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കാവ്യ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമയം നീട്ടി ചോദിച്ച് കത്തയച്ചത്. ചെന്നൈയിലായതിനാൽ നാളെ ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് ആലുവയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നും കാവ്യ അറിയിച്ചു. കാവ്യയെ സാക്ഷിയായാണ് അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. സാക്ഷിയായ സ്ത്രീകളിൽ നിന്ന് അവർക്ക് സൌകര്യപ്രദമായ ഇടത്ത് മൊഴിയെടുക്കണം എന്നാണ് ചട്ടം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ കാവ്യയ്ക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും സുഹൃത്ത് ശരത്തും തമ്മിലുള്ള ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിയോയിൽ പലതും തന്റേതല്ലെന്ന ദിലീപിന്റെ വാദം പൊളിക്കുന്നതാണ് മഞ്ജു വാര്യരുടെ മൊഴി. ദിലീപ്, സഹോദരൻ അനൂപ്, സുരാജ് എന്നിവരുടെ ശബ്ദങ്ങളാണ് മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞത്. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ ശ്രമിച്ച് കുടുങ്ങിയതാണെന്ന ശബ്ദരേഖ ദിലീപിന്റേത് തന്നെയാണെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞതായും സൂചനയുണ്ട്. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനുള്ള വൈരാഗ്യത്തെക്കുറിച്ചും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. വിഷുവും ഈസ്റ്ററും എത്തിയിട്ടും ശമ്പളമില്ലാതെ KSRTC ജീവനക്കാർ. ഇനിയും ശമ്പളം മുടങ്ങിയാൽ സമരം തുടങ്ങുമെന്ന മുന്നറിയിപ്പുമായി CATU ഉൾപ്പെടെയുള്ള യൂണിയനുകളും രംഗത്തെത്തി. K-Swiftന്റെ സർവീസ് ഉദ്ഘാടന ദിനമായ നാളെ കരിദിനം ആചരിക്കുമെന്ന് പ്രതിപക്ഷ യൂണിയനുകളും അറിയിച്ചു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് KSRTCയിൽ ശമ്പളം നൽകുമെന്നായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രഖ്യാപനം. പക്ഷേ 10-ാം തീയതിയായിട്ടും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. ഉത്സവകാലം പ്രമാണിച്ചെങ്കിലും ശമ്പളം ഉടൻ നൽകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. സർക്കാരിൽ നിന്ന് ശമ്പളത്തിനായുള്ള തുക വാങ്ങിയെടുക്കുന്നതിൽ മാനേജ്മെന്റിന് ജാഗ്രത കുറവെന്ന് CIT യൂണിയൻ ആരോപിച്ചു. സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിക്കരുതെന്നും യൂണിയന്റെ മുന്നറിയിപ്പ്. വിഷുവും അതുപോലെ തന്നെ ഈസ്റ്ററും വരുന്ന ഈ മാസത്തിലും ശമ്പളം വിതരണം ചെയ്യാൻ വരുത്തുന്ന ഈ കാലതാമസത്തിൽ KSRT എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന് കടുത്ത പ്രതിഷേധമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം വീണ്ടും ഈ ശമ്പള വിതരണം താമസിക്കുകയാണെങ്കിൽ സമര പരിപാടികളടക്കം മുന്നോട്ട് പോകും എന്നാണ് പറയാൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോർപ്പറേഷൻ കടന്നുപോകുന്നതെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. 90 കോടി രൂപയാണ് മാർച്ച് മാസത്തെ ശമ്പളം നൽകാൻ ആവശ്യം. KSRTC ദീർഘദൂര സർവീസുകൾക്കായുള്ള K-Swiftന്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുകയാണ്. എന്നാൽ KSRTCയെ തകർക്കാൻ കൊണ്ടുവന്ന സ്വിഫ്റ്റുമായി ഒരു സഹകരണവുമില്ലെന്നാണ് പ്രതിപക്ഷ യൂണിയനുകളായ TDFന്റെയും BMSന്റെയും ആരോപണം. സ്വിഫ്റ്റിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണമുണ്ടെങ്കിലും സഹകരിക്കില്ലെന്ന് ഇരു യൂണിയനുകളും അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെ കടകൾ ഒഴിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥ നടപടിക്കിടെ സംഘർഷം. ഉദ്യോഗസ്ഥരെ വ്യാപാരികളും കോൺഗ്രസ് പ്രവർത്തകരും തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണെങ്കിലും മുന്നറിയിപ്പില്ലാതെ കടകൾ അടപ്പിച്ചതിന് എതിരെയായിരുന്നു പ്രതിഷേധം. അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിലായിരുന്നു കോഴിക്കോട് KSRTC ടെർമിനലിലെ കടകൾ നിർബന്ധമായി ഒഴിപ്പിച്ചത്. മുന്നറിയിപ്പില്ലാതെ കടകൾ ഒഴിപ്പിക്കാനുള്ള KSRTC അധികൃതരുടെ ശ്രമം വ്യാപാരികൾ തടഞ്ഞതോടെ സംഘർഷമുണ്ടായി.
തുടർന്ന് പോലീസ് ബലമായി സ്റ്റാൻഡിനകത്തെ 3 കടകളും അടച്ചുപൂട്ടി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബലം പ്രയോഗിച്ച് കടകൾ അടപ്പിച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. 15 വർഷത്തേക്ക് നമുക്ക് എഗ്രിമെന്റ് എഴുതി തന്നുള്ള സംഗതിയാണ്. അതും എത്രയോ പൈസ കൂടുതൽ വാടക കൊടുത്തിട്ട്. അപ്പൊ ഈ തോന വാടക കൊടുക്കുന്ന നമ്മളെ ഒഴിവാക്കിയും മറ്റവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതിന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യാണ്. ബസ് ടെർമിനൽ നിർമ്മാണം അശാസ്ത്രീയമായതിനാൽ ബലക്ഷയം നേരിടുന്നുണ്ടെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ചെന്നൈ IIT ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾക്ക് തങ്ങളെ മാത്രം ഒഴിപ്പിക്കുന്നതിന് രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് വ്യാപാരികൾ ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വീണ്ടും ഇടവേള. കുടുംബശ്രീ സരസ് മേളയിലെ മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം ന്യൂസ് 18 സീനിയർ റിപ്പോർട്ടർ SS ശരൺ ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് സരസ് മേളയുടെ സമാപന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ജൂറിയുടെ പ്രത്യേക പരാമർശം MK വിനോദ്.